ഹായ് ഗൈസ്, ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് സിനിമകളിലെ വയലൻസ് അല്ലെങ്കിൽ അത്തരം വയലൻസ് യുവാക്കളിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ബാഡ് ഇൻഫ്ലുവൻസിനെ പറ്റി. മാർക്കോ പോലുള്ള വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ യുവാക്കളിൽ ഉണ്ടാക്കുന്ന ബാഡ് ഇൻഫ്ലുവൻസിനെ പറ്റി പബ്ലിക്കിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചറിയാം. സിനിമ കാണുന്നവരാണല്ലോ. അപ്പോൾ ഇപ്പോൾ മാർക്കോ പോലുള്ള പ്ലസ് നല്ല സിനിമകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുട്ടികളുടെ സിനിമയുടെ വയലൻസ് കണ്ടിട്ട് അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? സിനിമ അങ്ങനെ പ്രേരിപ്പിക്കാറുണ്ട്? പ്രേരിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണുന്ന പോലെ തന്നെ എടുക്കണം. സിനിമ എന്നുള്ള രീതിയിൽ എടുക്കണം. അല്ലാതെ ഇത് പേഴ്സണലായിട്ട് അവരുടെ ഇതിലായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. സിനിമയായിട്ട് കാണാനായിട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റാറില്ല. അവരതും റിയൽ ലൈഫിൽ അത്രയും കൊണ്ടുവരാനാണ് നോക്കുന്നത്. കുറച്ചൊക്കെ അങ്ങനെ കണ്ടിട്ട് അത് പിള്ളേരുടെ പ്രായത്തിൽ അങ്ങനെ എടുക്കുന്ന കുറേ എടുത്തിയായിട്ട് കാണുന്നത്. മൊത്തത്തിൽ സിനിമ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്ലാസ്റ്റിക് ഫോം ഓഫ് ആർട്ടാണ്. അത് ഏറ്റവും കൂടുതൽ സമൂഹത്തെ അല്ലെ യങ്സ്റ്റേഴ്സിനെയും ആസ് എ ഹോൾ കൊച്ചു കുട്ടികൾ മുതൽ ഒരു ഫാമിലിയെ കംപ്ലീറ്റ് ആയിട്ട് സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് സിനിമ. എപ്പോഴും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് അഭിപ്രായം. കാരണം അതൊക്കെ ഒരു നെഗറ്റീവ് ഹീറോയിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ്. അതിവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സിനിമയിൽ കാണിക്കുന്നത് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വലിയ പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണോ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ ക്രൈമിനും കാരണം എന്ന് ചോദിച്ചാൽ എനിക്കത് കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. അതിന് മറ്റു ഒരുപാട് കാരണങ്ങളാണ് ഒരു വ്യക്തിയെ സാമൂഹ്യ ദ്രോഹിയായി അല്ലെങ്കിൽ സമൂഹത്തിനോ കുടുംബത്തിനോ വിപത്താക്കി മാറ്റുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു മാനസിക സംഘർഷമാണ്. ഇപ്പം കുടുംബത്തിലാകാം, അല്ലെങ്കിൽ പഠിക്കുന്ന ഇടങ്ങളിലാകാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഇടപഴകുന്നതിലാകാം, വർക്ക് ചെയ്യുന്നിടത്താകാം. മാനസിക സംഘർഷമാണ് അതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ. അതിൽ നിന്ന് അവർ ഡ്രഗ്സിലേക്ക് പോകും. കുട്ടികളെയും ഒരു യങ്സ്റ്റേഴ്സിനെയും ഒരു ലിമിറ്റ് വരെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്തൊരു നായകൻ അല്ലെങ്കിൽ അതിനകത്ത് വില്ലനെ അഡ്മയർ ചെയ്യുന്ന കുട്ടികൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഗ്ലോറിഫൈ ചെയ്ത് കാണുമ്പോൾ അവരുടെ ലൈഫിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു എക്സ്റ്റെൻറ്റ് വരെ. തീർച്ചയായിട്ടും ഭാഗമാകുന്നുണ്ട് ഇത്തരം സിനിമകൾ. ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ നേരത്ത് അതിൻ്റെ അകത്തൊരു ആദ്യം തന്നെ എഴുതി കാണിക്കും സ്ട്രിക്ട്ലി 18+ അല്ലെങ്കിൽ ഇത്ര ഏജിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാനായിട്ട് പറ്റില്ല എന്നൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള എത്ര സിനിമാ തിയേറ്റേഴ്സ് അങ്ങനെ നോക്കുന്നുണ്ട്? ശരിയല്ലേ? ഒരു 18 വയസ്സ് താഴെയുള്ള കുട്ടി അച്ഛനും മോനും ഒക്കെ ആയിട്ട് പോയി കാണുന്നുണ്ട് ഈ സിനിമ. അങ്ങനെയുള്ളത് ആദ്യം തടയുക. ഇത് ആ കുട്ടികളെ ഓരോ കാര്യം ക്രൈം ചെയ്യാനായിട്ട് ട്രിഗർ ചെയ്യും. കാര്യം അവർക്ക് 18 വയസ്സായില്ല, ഇവർ ഈ സിനിമയെല്ലാം കാണുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഇവരെ ഓരോ സിനിമ കാണുന്നവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു പ്രേരണ കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള സിനിമകളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാം നമ്മുടെ കാഴ്ചപ്പാടാണ്, ഏത് സെൻസിലെടുക്കണം. ഇല്ല, അത് യാതൊരു കാരണവശാലും ഇല്ല. അതൊരു 18+ മൂവിയാണ്. അപ്പം സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് മനസ്സിലാകും. ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കുട്ടികൾ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ കാണുന്ന ഓരോ പ്രേക്ഷകരും അതിൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും ഓരോന്നും കാണുക. അവർ കാണുന്ന കാഴ്ചകൾ എന്താണെന്നാണ്, അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. കലയാണ്, ആ കലയെ സ്വീകാര്യമായ രീതിയിൽ മാത്രം സ്വീകരിക്കുക എന്നതാണ്. അതിൽ അഡിക്റ്റഡായിട്ട് സമൂഹത്തിൽ സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കുകയാണ്. ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികളെല്ലാം സിനിമ കണ്ടിട്ട് അതിലെ ക്യാരക്ടറിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നതും നടക്കുന്ന പോലും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമയൊക്കെ കണ്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും പിള്ളേർ അതേപോലെ നടക്കുന്നത്. പങ്ക് ഉണ്ട്. സിനിമ ഒരു കലയാകുമ്പോൾ അത് കലയാണ്, സമൂഹത്തെ സ്വാധീനിക്കേണ്ട കലയാണ്. അപ്പോൾ അത് സിനിമാ മേഖലകൾ തന്നെ ആണ് നിയന്ത്രണം കൊണ്ടുവരേണ്ടത്. അവിടെ പല സെക്ഷൻ ഉണ്ടല്ലോ, നമുക്കറിയാം. പല മീഡിയാസിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ആ സെക്ഷനിൽ ഇത് സമൂഹത്തിന് മോശമാണ് എന്ന് തോന്നുമെങ്കിൽ സെൻസർ ബോർഡ് ഉപയോഗിച്ച് അത് വേണ്ടാന്ന് വെക്കാമോ?